ഹായ് ഹലോ, ജർമ്മനിയിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ കയ്യിലുള്ളതാട്ടോ ഈ പറയുന്ന ട്രാൻസ്പോണ്ടർ. ഇതിലെങ്ങനെയാ പൈസ കിട്ടുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ഞങ്ങളുടെ ഈ പറഞ്ഞ ട്രാൻസ്പോണ്ടറിൽ 0.05 സെന്റ് മാത്രം ഉള്ളത്. ഇനി ഇതിലേക്ക് ഞങ്ങൾ 10 euro കയറ്റാനുള്ള പ്ലാനാണ്. കാരണം ഞങ്ങൾക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കണം. ആദ്യം നമ്മൾ ട്രാൻസ്പോണ്ടർ അങ്ങ് അമർത്തി പിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ലൈറ്റ് തെളിയുമ്പോൾ നമ്മൾ ക്യാഷ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ക്യാഷ് ചുളുങ്ങാതിരിക്കാനാണ് കേട്ടോ. ക്യാഷ് ചുളുങ്ങിയാണ് ഇരിക്കുന്നെങ്കിൽ ഇതുപോലെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ വരുന്ന ക്യാഷ് തിരിച്ചെടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി നമ്മൾ ട്രാൻസ്പോണ്ടർ അമർത്തി ഈ ക്യാഷ് ഗ്രീൻ ലൈറ്റ് തെളിയുമ്പോൾ അങ്ങ് അകത്തേക്ക് ഇടണം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, സംഭവം എന്തായാലും ശരിയായി. ആ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു. ഞങ്ങളുടെ ട്രാൻസ്പോണ്ടറിൽ ഇപ്പോൾ 10 euro 5 cent ഉണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഒക്കെ ചൂസ് ചെയ്ത് ബില്ല് ചെയ്യാൻ പോകട്ടോ. ഇവിടെയാണ് ഈ പറയുന്ന ട്രാൻസ്പോണ്ടറിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റോള്. അതായത് നമ്മൾ നോർമൽ കാർഡോ ക്യാഷോ വെച്ച് പേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫുൾ എമൗണ്ട് അടച്ചാലേ നമുക്ക് ഫുഡ് ഐറ്റംസ് കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മൾ ഈ ട്രാൻസ്പോണ്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 or 2 euro ഇളവിന് ഫുഡ് ഐറ്റംസ് കിട്ടും. സോ ഈ 1 or 2 euro എന്ന് പറയുന്നത് സിമ്പിൾ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാലും ഒരു 10 ദിവസം ഇവിടുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 10 euro സേവ് ചെയ്യാൻ പറ്റും. സോ ഇത് ആക്ച്വലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. പിന്നെ 1 euro എന്ന് പറയുന്നത് 104 Indian rupees അല്ലേ. സോ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ ശരി, ഗുഡ് ബൈ.